സയ്യിദുനാ റസൂലുള്ളാഹിയെ വർണ്ണമനോഹരമായി വിശേഷിപ്പിച്ച് നമ്മെ പഠിപ്പിച്ച് നമുക്ക് കൺകുളിർമ നൽകിയ ആയിഷ റളിയല്ലാഹു അൻഹ സമർത്ഥയായിരുന്നു, ദാർശനികയായിരുന്നു. ചിന്താപരമായി ഉയർന്ന തത്വങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരാൾ ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിയോട്, ഞാൻ നല്ലവനാണ്, സുഹൃതനാണ് എന്നെപ്പോഴാണ് എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക? ആയിഷ ബീവിയുടെ മറുപടി, നീ മോശക്കാരനാണ്, നീ തെറ്റുകാരനാണ് എന്നെപ്പോഴാണോ നീ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് നീ നല്ലവനാണ് എന്ന അവസ്ഥ വരിക. വല്ലാത്തൊരു മറുപടിയാണ്, ആഴത്തിൽ ചിന്തിക്കണം. അപ്പോഴാ മനുഷ്യൻ ചോദിച്ചു, ശരി, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ മോശക്കാരനാണ് എന്നെപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക? ആയിഷ ബീവിയുടെ മറുപടി, നീ മുഹ്സിനാകുമ്പോൾ, നീ നല്ലവനാകുമ്പോൾ നിനക്ക് മനസ്സിലാകും നിന്റെ തെറ്റുകളെക്കുറിച്ച്. അതെ, മറ്റുള്ളവരുടെ തെറ്റുകളെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ മാത്രം ശുദ്ധനെന്ന് പറയുന്ന ലോകത്ത് അവനവൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള അവബോധം, തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ മുഹ്സിനാകുന്നത്, നല്ലവനാകുന്നത് എന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്ക്. അതുപോലെ ദാർശനിക വനിതയായ ആയിഷ ബീവിയുടെ എന്നുമെന്നും വിവാഹ ലോകത്ത് മുഴങ്ങി നിൽക്കേണ്ട ഒരു വാക്കുണ്ട്. ആയിഷ ബീവി പറയുകയാണ്, അന്നിക്കാഹു റിഖുൻ ഫൽയൻദുർ അഹദുക്കും ഐന യളഉ അതീഖഹു. വിവാഹം ഒരു തരം അടിമത്തമാണ്. വല്ലാത്ത വാക്കാണത്. വിവാഹം, ഒരു പെൺകുട്ടിയാണിത് പറയുന്നത്, ഒരു തരം അടിമത്തമാണ്. ആരുടെ പിരടിയിലാണ് തന്നെ കൊണ്ടുപോയി തളയ്ക്കുന്നത് എന്ന് എല്ലാവരും നേരത്തെ ചിന്തിച്ചു കൊള്ളണം. ആണുങ്ങളും ആലോചിക്കണം, ആരെയാണ് കെട്ടാൻ പോകുന്നത്, ആരുടെ പെരടിയിലാണ് തന്നെ കൊണ്ടുപോയി തളയ്ക്കുന്നത് എന്ന് വിവാഹത്തിൻ്റെ മുമ്പിൽ തന്നെ ആലോചിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ വാക്ക് എന്നും ചിന്തിക്കേണ്ടതാണ്.